ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ സിദ്ധാർത്ഥ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മണ്ഡപത്തിന് മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. പക്ഷെ അവൻ്റെ മുഖം നിറയെ ടെൻഷനും അതുപോലെ തന്നെ താൻ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയവും ഒക്കെ ഉണ്ട്. അതിലേറെ ചന്ദ്രികയെ കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷവും ഉണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രികയും കൂട്ടുകാരികളൊക്കെ ചേർന്നിട്ട് മണ്ഡപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ചന്ദ്രിക സ്റ്റെപ്പിലേക്ക് കയറുന്ന സമയത്ത് അവളുടെ കാല് തടഞ്ഞ് അവൾ വീഴാൻ പോവുകയാണ്. കൂട്ടുകാരികളൊക്കെ അവളോട് ശ്രദ്ധിക്കാനൊക്കെ പറയുമ്പോൾ അവളുടെ ഉള്ളിൽ ആകെ ടെൻഷനായിരുന്നു. ഇതെന്താ പറ്റിയത്? ഞാൻ ഈ മണ്ഡപത്തിലേക്ക് കയറാൻ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്തോ ഒരു ദുസ്സൂചന പോലെ എനിക്ക് തോന്നുന്നു. ഏയ് ചന്ദ്രിക, എന്താ പറ്റിയത്? അപ്പോഴേക്കും ലക്ഷ്മി വന്നിട്ടുണ്ട്. എന്താ ചന്ദ്രിക നീ ഇവിടെ തന്നെ നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ലമ്മ. ചന്ദ്രിക ആകെ ഡെസ്പായിട്ട് കണ്ടപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക നീ എന്താ, നിന്റെ മുഖം കാണുമ്പോൾ എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. ചന്ദ്രികയുടെ മുഖത്ത് ആ ഒരു ടെൻഷൻ മായാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മി അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവളൊന്നും പറയാതെ ഇങ്ങനെ അല്പനേരം നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ ഒരു കൂട്ടുകാരിയാണ് പറയാൻ ശ്രമിക്കുന്നത്. അത് പിന്നെ അമ്മ. അപ്പോഴേക്കും ചന്ദ്രിക അവളെ തടയാണ്. ഏയ് പറയരുത്. ഏയ് ഒന്നുമില്ലമ്മ, എനിക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ ഉള്ള പോലെ തോന്നി. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ചന്ദ്രിക, നിന്റെ കല്യാണം നല്ല രീതിക്ക് തന്നെ നടക്കും. നീ ചിരിക്കുന്ന മുഖമായിട്ട് വാ, അങ്ങോട്ട് നോക്ക്, സഭയിലുള്ള എല്ലാവരും നിന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക ചിരിക്കുന്ന മുഖമാക്കിയാണ്. അങ്ങോട്ടേക്ക് മലരും ഓടി വരുന്നുണ്ട് അമ്മാന്ന് വിളിച്ചിട്ട്. അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ചന്ദ്രികയും കൂട്ടിയിട്ട് മണ്ഡപത്തിലേക്ക് കയറാൻ വരികയാണ്. അപ്പോഴും സിദ്ധു ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, എന്താ സംഭവിക്കുന്നത് അറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടി. അപ്പോൾ ചന്ദ്രികയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവളുടെ അമ്മയും മലരും ചേർന്നിട്ടാണ് അവളെ മണ്ഡപത്തിനകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട് സഭയ്ക്ക് അഭിവാദ്യം പറയാൻ വേണ്ടി. സിദ്ധുവും ചന്ദ്രികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ പൂജാരി വീണ്ടും പറയാണ്, രണ്ടുപേരും ചേർന്ന് സഭയ്ക്ക് നമസ്കാരം പറയും. രണ്ടുപേരും ഒന്നിച്ച് സഭയ്ക്ക് നമസ്കാരം പറയുന്നുണ്ട്. അതേസമയം യഥാർത്ഥ സിദ്ധു ആണെങ്കിൽ ആ ഒരു ഗോഡൗണിനകത്താണല്ലോ, അവന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ ഉറക്കെ ശബ്ദം ഉണ്ടാക്കി ചോദിക്കുകയാണ്, ഏയ് ആരാടാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടത്? കെട്ടഴിക്കടാ. ഏയ് ആരെങ്കിലും പുറത്തുണ്ടോന്ന്? ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് സഹായിക്കൂ, കെട്ടഴിച്ചു തരൂ. സിദ്ധാർത്ഥ് ആവുന്നത് പോലെയൊക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അതൊരു ചെറിയ ഇരുട്ട് നിറഞ്ഞ റൂമായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കെട്ടഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ അവൻ കസേരയോടുകൂടി താഴേക്ക് മറിഞ്ഞ് വീഴുകയാണ്. എന്നിട്ട് അവൻ ശബ്ദം ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട്, ഏയ് ആരെങ്കിലും വന്ന് എന്നെ സഹായിക്കേ, മര്യാദയ്ക്ക് വന്നിട്ട് എൻ്റെ കെട്ടഴിച്ച് വിട്, അല്ലെങ്കിൽ നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടില്ല. വീണ വീഴ്ചയുടെ വേദനയൊക്കെ സിദ്ധാർത്ഥിനുണ്ടായിരുന്നു. അപ്പോഴും അവൻ ചിന്തിക്കുകയാണ്, അയ്യോ കല്യാണ നേരത്ത് പുറത്തേക്ക് എങ്ങോട്ടും പോകരുതെന്ന് ചന്ദ്രിക 100 ആവർത്തി പറഞ്ഞതാണ്. ഇപ്പോൾ ആവശ്യമില്ലാതെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു കുടുക്കിൽ വന്ന് ചാടിയല്ലോ ഞാൻ. കല്യാണത്തിന് ഇനി കുറച്ച് നേരം കൂടിയേ ഉള്ളൂ. കല്യാണം ഇപ്പോൾ നിന്നു പോയിട്ടുണ്ടാവുമല്ലോ. ഇത്തവണ എന്തായാലും കല്യാണം നടക്കുന്നു തന്നെ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഞാൻ തന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കിയല്ലോ. ദൈവമേ, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷിക്ക്. സിദ്ധു വീണ്ടും പുറത്തേക്ക് നോക്കി അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏയ് എന്നെ അഴിച്ചു വിടടാ. പക്ഷെ ആരും അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. വിളിച്ച് തളർന്ന് സിദ്ധാർത്ഥ് അവിടെ തന്നെ കിടക്കുകയാണ്. ആ സമയത്ത് മണ്ഡപത്തിലാണെങ്കിൽ കല്യാണ ചെക്കന് അമ്മായി അച്ഛൻ മാല ഇടാൻ വേണ്ടിയിട്ട് പൂജാരി പറയുകയാണ്. മഹേന്ദ്രൻ വന്ന് പൂജാരിയുടെ കയ്യിൽ നിന്ന് മാല വാങ്ങിക്കുകയാണ് സിദ്ധുവിന് ഇട്ട് കൊടുക്കാൻ. അതേസമയം മഹേഷായിട്ടുള്ള സിദ്ധു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഏയ് മഹേന്ദ്ര, ആദ്യം നീ എനിക്ക് അമ്മായി അച്ഛൻ, അതിനുശേഷമാണ് നീ സിദ്ധാർത്ഥിന് അമ്മായി അച്ഛനാവുന്നത്. മഹേന്ദ്രൻ സിദ്ധാർത്ഥിൻ്റെ കഴുത്തിൽ മാല ഇട്ട് കൊടുത്തപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെ നിന്നെ കൊണ്ട് എൻ്റെ കഴുത്തിൽ മാല ഇട്ടു എന്ന് നീ കണ്ടില്ലേ, ഇനി പെണ്ണിന് അമ്മായി അച്ഛൻ ഈ മാല ഇട്ട് കൊടുക്ക്. അപ്പോൾ വാസു ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഏട്ടാ നിങ്ങളല്ലേ ചന്ദ്രികയുടെ അമ്മായി അച്ഛൻ, പോയി ചന്ദ്രികയുടെ കഴുത്തിൽ മാല ഇട്ട് കൊടുക്ക്. പക്ഷെ അപ്പോഴും വാസു ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, അതേ വാസു, അതിനുള്ള അർഹത നിനക്ക് മാത്രമാണുള്ളത്, മാല ഇട്ട് കൊടുക്ക്. അത് കേട്ടപ്പോൾ വാസു സന്തോഷത്തോടു കൂടി ജാനകിയെ നോക്കുവാണ്. വാസു മാല എടുത്ത് കൊടുത്തപ്പോൾ ചന്ദ്രിക അവളുടെ കഴുത്തിലിടുവാണ്. അതിനുശേഷം രണ്ടുപേരോടും സഭയെ നമസ്കാരം ചെയ്തിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇനി ഗണപതി ഹോമവും പൂജയും കല്യാണത്തിനുള്ള ഒരുക്കങ്ങളും തുടങ്ങാൻ വേണ്ടിയിട്ടാണ് പൂജാരി പറയുന്നത്. അവർ രണ്ടുപേരും പൂജാരി പറഞ്ഞതുപോലെ തന്നെ സഭയ്ക്ക് നമസ്കാരം പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പൂജാരിയാണെങ്കിൽ തൻ്റെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടുപേർക്കും കയ്യിൽ പൂവ് കൊടുക്കുകയാണ്. രണ്ടുപേരും അതൊക്കെ തലയിൽ നെറ്റിയിലൊക്കെ വെച്ച് തൊട്ട് തൊഴുതതിന് ശേഷം പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. ബാക്കിയുള്ള എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. ആ സമയത്ത് പൂജാരി ആ പുഷ്പം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതിലിട്ട് കൊടുക്കാം, നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടിടാൻ വേണ്ടിയൊക്കെ പറയുവാണ്. പിന്നീട് പുഷ്പം കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ വിനായകൻ്റെ മേൽ ഇടാൻ വേണ്ടി പറയുന്ന സമയത്ത് ഈ പുഷ്പം നിങ്ങൾ അതിൻ്റെ മുകളിൽ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുവാണ്. രണ്ടുപേരും പൂജാരി പറഞ്ഞ കർമ്മങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കല്യാണത്തിനുള്ള ആരംഭങ്ങൾ.
അതേസമയം സിദ്ധാർത്ഥിനെയാണ് വീണ്ടും കാണിക്കുന്നത്. അവനിങ്ങനെ ബോധം വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ വീണ്ടും ശബ്ദം ഉയർത്തി ചോദിക്കുന്നുണ്ട്, ആരാടാ എന്നെ കെട്ടിയിട്ടത്? ഡാ വാടാ, എൻ്റെ കെട്ട് അഴിച്ചു വിടടാ, എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? അതേസമയം സിദ്ധാർത്ഥിനെ കെട്ടിയിട്ടുണ്ടായിരുന്ന മേഘ ഏർപ്പാടാക്കിയ ഗുണ്ടകളൊക്കെ പുറത്തിരുന്നിട്ട് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് നിന്ന് സിദ്ധാർത്ഥിൻ്റെ നിലവിളി അവർ കേൾക്കുന്നുണ്ട്. ഡാ, ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ വാടാ, എന്തിനാടാ എന്നെ കെട്ടിയിട്ടിട്ടത്? എൻ്റെ കെട്ട് അഴിച്ചു വിടടാ എന്നൊക്കെ സിദ്ധാർത്ഥ് ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. എന്തിനാടാ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നത്? അപ്പോൾ അവർ പറയാണ്, ഡാ, ഉള്ളിൽ എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, വാ നമുക്ക് പോയിട്ട് എന്താ നോക്കാം. അവർ 3 പേരും അകത്തേക്ക് വന്നപ്പോൾ സിദ്ധാർത്ഥ 3 പേരെയും മാറി മാറി നോക്കുകയാണ്. അവരാണെങ്കിൽ സിദ്ധാർത്ഥ അവിടെ നിലത്ത് കിടക്കുന്ന കണ്ടിട്ട് പൊട്ടിച്ചിരിച്ച് കളിയാക്കുവാണ്. സിദ്ധു ചോദിക്കുന്നുണ്ട്, ഡാ, ആരാടാ നിങ്ങളൊക്കെ? എന്തിനാടാ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? കെട്ടഴിച്ചു വിടടാ. കെട്ടഴിച്ചു വിടാനോ? നിന്റെ തല അറുത്തിട്ട് നിന്നെ ഇവിടെ തന്നെ അടക്കം ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. ആരാടാ എന്നെ തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്? എന്നെ അഴിച്ചു വിടടാ. അത് കേട്ടതും അവർ പൊട്ടിച്ചിരിക്കുകയാണ് കളിയാക്കിയിട്ട്. തീർച്ചയായിട്ടും പറയും, പക്ഷെ ഇപ്പോഴല്ല, നീ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു തരാം. ഇപ്പം നീ ശബ്ദമില്ലാതെ ഇവിടെ കിടക്കാൻ നോക്ക്. എന്തായാലും കുറച്ചു നേരം കൊണ്ട് നിനക്ക് പറഞ്ഞു തരിക തന്നെ ചെയ്യും. കാരണം കുറച്ച് സമയം കൂടി മാത്രമേ നിനക്കിനി ആയുസുള്ളൂ. അതുകൊണ്ട് വെറുതെ നിന്റെ എനർജി ഇങ്ങനെ സംസാരിച്ച് കളയണ്ട. ഡാ വാ, നമുക്ക് പുറത്തേക്ക് പോവാം എന്ന് പറഞ്ഞാൽ അവർ 3 പേരും പോകുമ്പോൾ സിദ്ധു വീണ്ടും അലറിക്കൊണ്ടിരിക്കുകയാണ്. എടാ, എൻ്റെ കെട്ട് അഴിച്ചു വിട്ടിട്ട് പോടാ, അഴിച്ചു വിട്ടിട്ട് പോടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അവന്മാർ 3 പേരും പുറത്തെത്തിയപ്പോഴും സിദ്ധാർത്ഥിൻ്റെ നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരുത്തൻ പറയുന്നുണ്ട്, എടാ, അവൻ വല്ലാതെ ശബ്ദം ഉണ്ടാക്കുകയാണ്. സാരില്ല, അതൊന്നും നമ്മൾ നോക്കണ്ട, വാടാ എന്നും പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോവാണ്. ആദ്യത്തെ ശ്ലോകവും മന്ത്രമൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂജാരി പറയുകയാണ്, ഇനി ചെക്കൻ്റെ അമ്മയും അച്ഛനും ചേർന്ന് പെണ്ണിൻ്റെ അച്ഛനും അമ്മയ്ക്കും മാലയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ചേർന്ന് ചെക്കൻ്റെ അച്ഛനും അമ്മയ്ക്കും മാലയിട്ട് കൊടുക്കുക. പിന്നീട് മഞ്ഞളെടുത്തിട്ട് 2 പേരും കൈകളിൽ ഇതാക്കാനൊക്കെ പറയുന്നുണ്ട്, പുരട്ടാനൊക്കെ. തിരിച്ച് അങ്ങോട്ടും ചെയ്യാൻ വേണ്ടി പറയാണ്. എല്ലാ ചടങ്ങുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അതിനുശേഷം എന്തോ ഒരു തലയെക്കെട്ട് മഹേന്ദ്രൻ്റെ തലയിൽ വാസുവിൻ്റെ തലയിൽ മഹേന്ദ്രനൊക്കെ ചേർന്ന് കെട്ടുകയാണ്. എന്തൊക്കെയോ ആചാരങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട് അവർ. ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത്, ഇവിടെ ഇങ്ങനെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് സിദ്ധാർത്ഥ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഏയ് സിദ്ധു എന്നൊക്കെ അവർ വിളിക്കുമ്പോഴേക്കും ഇതാ വന്ന് വരാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുത്തെ ദേഷ്യത്തോടെ ഇറങ്ങി പുറത്തേക്ക് പോവാണ്. അമ്മ ചന്ദ്രികയും വിളിക്കുന്നുണ്ട്. അപ്പോൾ ജാനകി പറയും, ഇതെന്തൊക്കെ ഇവനീ ചെയ്യുന്നതെന്നൊക്കെ. അതിന് മണ്ഡപത്തിൽ കയറി ഇരുന്നിട്ട് താലി കെട്ടാൻ നേരത്തെ എഴുന്നേറ്റ് മാറി നിൽക്കുന്ന കണ്ടിട്ട് സിദ്ധാർത്ഥാണെങ്കിൽ അകത്തേക്ക് നോക്കിയിട്ട് പുറത്തിറങ്ങി വന്നതിന് ശേഷം ആ ഒരു ഗുണ്ടകളെയാണ് കോൾ ചെയ്യുന്നത്. അവർ ചീട്ട് കളിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുകയാണ്. ഏയ് മഹേഷാടാ വിളിക്കുന്നത്, പറ മഹേഷ്, സിദ്ധു എന്താടാ ചെയ്യുന്നത്? അവൻ റൂമിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, കെട്ടഴിച്ച് വിടാൻ വേണ്ടി പറഞ്ഞിട്ട്. അത് കേട്ട് മഹേഷ് ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഡാ, എന്തിനാ ഇനി അവനെ ജീവനോടെ വെക്കുന്നത്? ആദ്യം അവൻ്റെ കഥ കഴിച്ച് അവൻ്റെ ബോഡി എവിടെയും കൊണ്ടുപോയി ഇടാൻ നോക്ക്. എങ്ങനെ അവനെ കൊല്ലണ്ടേന്ന് നീ പറ, അതുപോലെ ഞങ്ങൾ ചെയ്തോളാം. ഡാ, അവനെ കത്തി കൊണ്ട് കുത്തി കൊല്ലാൻ നിൽക്കണ്ട. അവൻ്റെ കഴുത്തിൽ തലയടക്കം ചേർത്ത് തോർത്ത് ചുട്ടിക്കെട്ടി അതിന് മുകളിൽ പ്ലാസ്റ്റിക് ഇട്ട് അവൻ്റെ ശ്വാസം മുട്ടിച്ചിട്ട് വേണം കൊല്ലാൻ. അങ്ങനെ ചെയ്യാം. അവൻ്റെ ശ്വാസം പോയിട്ട് എന്തായാലും അവൻ കുറച്ചു നേരം കൊണ്ട് ചത്തോളും. അതിനുശേഷം അവൻ്റെ ശ്വാസം പോയിന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കെട്ടഴിച്ച് വിട്ടിട്ട് അവനെ ഏതെങ്കിലും പുഴയിലോ തോട്ടിലോ കൊണ്ടുപോയി ഇട്ടേക്ക്. എന്തായാലും 2-3 ദിവസം കഴിഞ്ഞാൽ വെള്ളം കുടിച്ചിട്ട് അവൻ്റെ ബോഡി വെള്ളത്തിൽ പൊന്തി വന്നോളും. ഇനിയൊരു പക്ഷേ പോലീസ് അന്വേഷണമായിട്ട് വന്നാൽ പോലും ഒരു തെളിവും ബാക്കി നിൽക്കാൻ പാടില്ല. ശരി മഹേഷ്, അങ്ങനെ ചെയ്തോളാം. ഡാ സെൽവം, അവൻ ജീവൻ കിട്ടാതെ പെടഞ്ഞു മരിക്കുന്നത് എനിക്കെൻ്റെ കണ്ണുകൊണ്ട് കാണണം. അതുകൊണ്ട് നീ അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചേക്ക്. ശരി മഹേഷ്, ഞാൻ വീഡിയോ എടുത്ത് നിനക്ക് അയച്ചു തരാം. എന്നിട്ട് കോള് കട്ട് ചെയ്തിട്ട് കൂട്ടുകാരോട് പറയുന്നുണ്ട്, എടാ മഹേഷ് സിദ്ധുവിനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്, വാ എണീക്കടാ, പോയി അവനെ കൊന്നിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും എഴുന്നേൽക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ്, അതായത് മഹേഷ് ആണെങ്കിൽ കുറച്ചു നേരം കൊണ്ട് യഥാർത്ഥ സിദ്ധു മരിക്കും എന്നുള്ള സന്തോഷത്തിൽ തിരിച്ചു വന്ന് മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. അതിനുശേഷം പൂജാരി പറയുന്നത് പയ്യൻ്റെ അച്ഛനും അമ്മയും ചേർന്നിട്ട് പയ്യനും പെണ്ണിനും കാലിനിങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പാദപൂജയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് മഹേഷ് ആണെങ്കിൽ വല്ലാത്ത ഇറിറ്റേഷനിലാണുള്ളത്. അവൻ ചിന്തിക്കുന്നുണ്ട്, അയ്യോ ഈ മാസ്ക് ആണെങ്കിൽ വല്ലാതെ ചൊറിച്ചിലെടുക്കുന്നു. അതിനിടയിൽ ഇയാളാണെങ്കിൽ പാദപൂജ മറ്റേ പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാർക്കാകെ ടെൻഷൻ ആവുന്നു എന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ വാസു ചോദിക്കുന്നുണ്ട്, ഏയ് സിദ്ധു, നീ എന്താടാ പാദപൂജ ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ അവനാണെങ്കിൽ തിരിഞ്ഞ് പൂജാരിയെ നോക്കുകയാണ്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരു തവണ കല്യാണ ചെക്കൻ്റെ അമ്മയ്ക്കും അച്ഛനും പാദപൂജ ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്, എന്തായാലും ഇത് ചെയ്തേ പറ്റൂ. ആ സമയത്ത് മഹേഷ് ചിന്തിക്കുന്നുണ്ട്, ഓ നിങ്ങൾ ഈസി ആയിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു, ഇത് ചെയ്യാനുള്ള പാട് എനിക്കല്ലേ അറിയുള്ളൂ. പൂജാരി കൊടുത്ത ആ ഒരു പാത്രം വാങ്ങിയിട്ട് അവരുടെ കാലിനടുത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം പൂജാരി ഒരു മൊന്തയിൽ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് കാല് കഴുകേണ്ടത്. മഹേഷ് ആണെങ്കിൽ അത് ചെയ്യാൻ മടിച്ചിങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ എൻ്റെ തലയിലെഴുത്ത്, കണ്ടവൻ്റെയൊക്കെ കാല് കഴുകുക എന്നുള്ളത്. ഇവരുടെയൊക്കെ കാല് കഴുകാത്തൊരു കുറവേ ഉള്ളൂ.
ആ ഒരു വെള്ളം കൊണ്ട് ആദ്യം കാല് കഴുകി കൊടുക്കുകയാണ് മനസ്സോടെ. അതിനുശേഷം പൂജാരി വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. ആ സമയത്തൊക്കെ അവൻ്റെ മുഖം ഇങ്ങനെ വലിഞ്ഞ് മുറുകിയിട്ട് ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. രണ്ടാമത് സ്വാമി കൊടുത്ത പാല് വെച്ചിട്ടും കാലിന് അഭിഷേകം ചെയ്യാണ്. മൂന്നാമത് വീണ്ടും വെള്ളം കൊടുത്തിട്ട് വീണ്ടും അതിനെക്കൊണ്ട് കഴുകാനാണ് പറയുന്നത്. അവനാണെങ്കിൽ വെള്ളം കൊണ്ട് കഴുകുന്ന സമയത്തൊക്കെ അവൻ്റെ കഴുത്തിനൊക്കെ ചൊറിച്ചിൽ വരുന്നുണ്ടായിരുന്നു. പിന്നീട് മഞ്ഞൾ കൊടുക്കുന്നുണ്ട് രണ്ടുപേരുടെയും കാലിലാക്കാൻ വേണ്ടിയിട്ട്. അതും തൊട്ട് ചെയ്യാണ്. പിന്നീട് കുങ്കുമവും ചേർത്ത് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അവൻ ചിരിച്ചെന്ന് വരുത്തുന്നുണ്ട്. പിന്നീട് പൂജാരി കൊടുത്ത പുഷ്പങ്ങൾ അവരുടെ രണ്ടുപേരുടെയും തലയിൽ തൊട്ട് അവർ കാലിൽ തൊട്ട് തൊഴുന്ന സമയത്ത് അനുഗ്രഹിക്കുകയാണ്. ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാണുമ്പോൾ സത്യത്തിൽ ചിരിയും വരുന്നുണ്ട്, സങ്കടവും ആവുന്നുണ്ട്. അതിനുശേഷം പിന്നെ പെണ്ണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാലിന് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതേസമയം ഒറിജിനൽ സിദ്ധാർത്ഥാണെങ്കിൽ അവിടെ കിടന്നെടുത്ത് നിന്ന് അവൻ രക്ഷപ്പെടാൻ വേണ്ടി പല പഴുതുകളും ശ്രമിച്ചു നോക്കുന്നുണ്ട്. മെല്ലെ മെല്ലെ നിരങ്ങി പിന്നോട്ട് പോയിട്ട് അവിടെ ഒരു ചുമരിന് വെച്ചിട്ട് അവൻ്റെ കൈ ഇങ്ങനെ ഒരുതി നോക്കുവാണ്, ഒരു കൈയിൻ്റെ കെട്ടഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. ആ സമയത്താണ് പുറത്തു നിന്ന് ഗുണ്ടകൾ കയറി അകത്തേക്ക് വരുന്നത്. അപ്പോൾ അവർ സിദ്ധാർത്ഥിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഒരു 10 മിനിറ്റും കൂടി കാത്തു നിൽക്കുകയാണെങ്കിൽ നിൻ്റെ കയ്യിലെ കെട്ടും കാലിലെ കെട്ടും ഒക്കെ അഴിച്ചു തരാം. അപ്പോൾ സിദ്ധാർത്ഥ ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിന്നപ്പോൾ അത് എടുത്താൻ പറയാണ്, പക്ഷേ എന്താ കാര്യം, നിൻ്റെ കയ്യിലെ കെട്ടയച്ച് വിട്ട് കഴിഞ്ഞാൽ നിനക്ക് ഞങ്ങളെ അടിക്കാനും കഴിയില്ല, ഞങ്ങളെ ഒന്നും ചെയ്യാനും പറ്റില്ല, ഇവിടുന്ന് രക്ഷപ്പെടാനും കഴിയില്ല. സിദ്ധാർത്ഥിന് അവർ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അയാൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെന്താന്ന് വെച്ചാൽ അപ്പോഴേക്കും നീ മരിച്ചു പോയിട്ടുണ്ടാവും. ആരാടാ നീയൊക്കെ, എന്താണ് നിൻ്റെയൊക്കെ ഉദ്ദേശം, പറ, എന്തിനാണ് എന്നെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്, നീയൊക്കെ ആരാണ്, ആരാ എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ടുവരാൻ നിന്നോടൊക്കെ പറഞ്ഞത്, പറയടാ. പറയാം, നീ മരിക്കുന്നതിന് മുമ്പ് എന്തായാലും പറയാം. പോയിട്ട് ആ കവർ എടുത്തിട്ട് വാ. അതിലൊരുത്തൻ കവർ എടുക്കാൻ പോയപ്പോഴേക്കും മറ്റു രണ്ടുപേരും ചേർന്ന് സിദ്ധാർത്ഥിനെ വീണ്ടും പഴയതുപോലെ കസേരയിലേക്ക് താങ്ങി പിടിച്ച് ഇരുത്തി എഴുന്നേൽപ്പിക്കുകയാണ്. സിദ്ധാർത്ഥ അപ്പോഴും ഇങ്ങനെ അലറിക്കൊണ്ട് പറയാണ്, ആരാ നിങ്ങളൊക്കെ, വിടടാ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ചന്ദ്രികയുടെ അച്ഛൻ്റെ അമ്മയുടെയും പാദപൂജ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ചേർന്നിട്ട് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും 100 വർഷം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. മഹേഷായ സിദ്ധുവിന് അത് കേട്ടിട്ട് ചിരി വരികയാണ്. അതേസമയം യഥാർത്ഥ സിദ്ധുവിനാണെങ്കിൽ കസേരയെ പിടിച്ചിരുത്തിയതിന് ശേഷം തലവഴി അവരൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടിട്ട് അവനെ പ്ലാസ്റ്റർ വെച്ചിട്ട് കെട്ടുകയാണ്. അതായത് ശ്വാസം പുറത്തു പോവാതിരിക്കുന്ന രീതിയിൽ. അവരൊക്കെയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ശ്വാസം കിട്ടാതെ സിദ്ധാർത്ഥ് പിടയാണ്. ആ സമയത്ത് മഹേഷും ചന്ദ്രികയാണെങ്കിൽ കല്യാണ മണ്ഡപത്തിലിരിക്കുകയാണല്ലോ. മഹേഷ് ശരിക്കും വേറൊരു ആലോചനയിലാണുള്ളത്. പൂജാരി പറയുന്ന ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ. പൂജാരി ഒരു എണ്ണ ഇങ്ങനെ അവർക്ക് അഗ്നിയിൽ ഒഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൂജാരിയുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥ് ഇങ്ങനെ ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുണ്ടകൾ പറയുന്നുണ്ട്, നിന്നെ കൊല്ലാൻ ആരാ പറഞ്ഞതെന്നല്ലേ നീ ചോദിച്ചത്, ഇപ്പം പറഞ്ഞുതരാം കേട്ടോ, നിന്നെ കൊല്ലാൻ പറഞ്ഞത് മഹേഷാണ്. ശ്വാസം കിട്ടാതെ പിടയുന്ന സിദ്ധുവിനോട് അതും പറഞ്ഞിട്ട് അവർ കളിയാക്കി പൊട്ടിച്ചിരിക്കുകയാണ്. ശ്വാസം കിട്ടാതെ സിധു പിടയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരുത്തൻ പറയാണ്, പ്ലാസ്റ്റിക് വെച്ച് കെട്ടി അവൻ്റെ ശ്വാസം പോകുന്ന രീതിയിൽ നിന്നിട്ട് അവനെ കൊല്ലാൻ വിട്ടത് ആരാണെന്ന് പറഞ്ഞാൽ അവനെങ്ങനെ കേൾക്കും. അപ്പോൾ മറ്റവൻ പറയാണ്, അവൻ ആരാ കൊല്ലാൻ വിട്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു, അത് അവൻ്റെ കാതിൽ കേൾക്കാത്തത് എൻ്റെ തെറ്റാണോടാ. അത് കേട്ട് മറ്റവനും ചിരിക്കുകയാണ്. മരിക്കാൻ പോകുന്നവൻ കൊല്ലാൻ പറഞ്ഞവൻ്റെ പേര് കേട്ടിട്ട് എന്ത് ചെയ്യാനാ, പോയി ചാവടാ. സിദ്ധാർത്ഥ് ശരിക്കും ശ്വാസം കിട്ടാതെ പിടയുന്നുണ്ടായിരുന്നു ആ ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ. അതേസമയം കല്യാണ മണ്ഡപത്തിലാണെങ്കിൽ മേഘ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ജാനകിയുടെ കണ്ണിൽ ആ ഒരു കാഴ്ച കാണുന്നത്, മേഘ കല്യാണത്തിന് വരുന്നത്. മേഘയെ കണ്ടതും ജാനകി ശരിക്കും ഷോക്കായിട്ട് നിൽക്കുകയാണ്, ഞെട്ടലും ദേഷ്യവും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ അവർ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ മേഘയാണെങ്കിൽ അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൾ നേരെ വന്നിട്ട് മണ്ഡപത്തിലേക്കാണ് നോക്കുന്നത്. കാരണം അവൾക്ക് മഹേഷിനെ ആയിരുന്നു കാണേണ്ടിയിരുന്നത്. അവളുടെ കണ്ണുകൾ മഹേഷിനെ പരതിയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മണ്ഡപത്തിൽ കണ്ടപ്പോൾ സിദ്ധാർത്ഥ്, അതായത് മഹേഷ് അവിടെ ചന്ദ്രികയുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ മഹേഷും അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുകയാണ്. അവർ വിചാരിച്ച പോലെ പ്ലാൻ വർക്കൗട്ടായി എന്നുള്ളത് കണ്ണുകൾ കൊണ്ട് പറയുകയാണ്. അപ്പോൾ മേഘയാണെങ്കിലും സക്സസ് ആയി എന്നുള്ള അർത്ഥത്തിൽ സന്തോഷത്തോടെ തലയാട്ടുന്നുണ്ട്. എന്തോ അതൊക്കെ ജാനകിയുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടായിരുന്നു. അവരതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യാണ്. അപ്പോൾ മേഘ ഇങ്ങനെ ചിന്തിക്കുകയാണ്, കുഴപ്പമില്ലല്ലോ, മഹേഷ് വിചാരിച്ചതുപോലെ തന്നെ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി പോവുകയാണ്. ഓരോരോ കർമ്മങ്ങൾ ഇങ്ങനെ പൂജാരി പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി വാസുവിനെ വിളിക്കുകയാണ്, ഏട്ടാ ഒന്നിങ്ങോട്ട് വാ. എന്താ ജാനകി, അങ്ങോട്ടേക്ക് നോക്ക്. അപ്പോൾ അയാളും അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ മേഘയെ കാണുന്നുണ്ട്. അയാളുടെ മുഖത്തും അതേപോലെ ദേഷ്യം നിറയാണ്. മേഘയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വാസു പറയാണ്, ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, ഇവളിപ്പം തന്നെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് ഞാൻ വിട്ടിട്ട് വരാം. എന്നിട്ട് അയാൾ ദേഷ്യത്തോടെ മേഘയുടെ അടുത്തേക്ക് പോവുകയാണ്. മേഘയാണെങ്കിൽ മണ്ഡപത്തിന് ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മേഘയുടെ അടുത്തെത്തിയിട്ട് അയാൾ അവളെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മേഘ നിൽക്ക്, എന്തിനാണ് നീ എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്. മേഘ മറുപടിയൊന്നും പറയാതെ ദേഷ്യത്തോടെ വാസുവിനെ ഇങ്ങനെ നോക്കി പല്ല് കടിക്കുന്നുണ്ട്.
ഞങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഞങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞിട്ട് നിനക്ക് ക്ഷണം തന്നിട്ടുണ്ടായിരുന്നോ? വാസു തട്ടിക്കയറുകയാണ്. നോക്ക്, മര്യാദയ്ക്ക് ഞാൻ പറയാം, നീ തന്നെ മര്യാദയ്ക്ക് ഈ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്റെ കഴുത്തിൽ പിടിച്ച് നിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് തള്ളും. അത് കേട്ട സമയത്ത് മേഘ ഒന്ന് പരിഹസിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുക്കാൻ പാടില്ല എന്ന് സിദ്ധുവും ചന്ദ്രികയും പറയട്ടെ, എന്നിട്ട് ഞാൻ പോയിക്കോളാം. അപ്പോൾ വാസു പറഞ്ഞിട്ടൊന്നും മേഘ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ജാനകി ലക്ഷ്മിയെ വിളിക്കുകയാണ്. ഏട്ടത്തി, എന്താ ജാനകി? ഏട്ടത്തി അങ്ങോട്ടേക്ക് നോക്ക്, മേഘ വന്നിട്ടുണ്ട്, അവൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതായിരിക്കും. ജാനകിയുടെ മുഖത്താകെ വെപ്രാളവും ടെൻഷനുമാണ്. ജാനകി അങ്ങനെയൊക്കെ സംസാരിക്കുന്നതും അങ്ങോട്ടേക്ക് കൈ ചൂണ്ടി സംസാരിക്കുന്നതും കണ്ടപ്പോൾ മഹേന്ദ്രനും അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ മേഘയെ കാണുകയാണ്. അത് കണ്ടിട്ട് മഹേന്ദ്രനും ലക്ഷ്മിക്കൊക്കെ ആകെ ദേഷ്യവും ടെൻഷനും ആവുന്നുണ്ട്. അപ്പോൾ വാസു ആണെങ്കിൽ മേഘയോട് ചോദിക്കുകയാണ്, എന്താ വീണ്ടും കല്യാണത്തിൽ പ്രശ്നം ഉണ്ടാക്കാനാണോ നീ വന്നിരിക്കുന്നത്? എൻ്റെ മോൻ്റെ കല്യാണത്തിന് നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി. എനിക്ക് ഇവിടുന്ന് പോവാൻ സാധിക്കില്ല. മേഘയും വിട്ടുകൊടുക്കുന്നില്ല. സിദ്ധുവും ചന്ദ്രികയും വന്നിട്ട് എന്നോട് ഇവിടെ നിന്ന് പോവാൻ പറയട്ടെ, അപ്പോൾ ഞാൻ പോയിക്കോളാം. അപ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ജാനകിയും ലക്ഷ്മിയും. എന്താ ജാനകി ചെയ്യുക? ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നത്? അതാ ഏട്ടത്തി എനിക്കും മനസ്സിലാവാത്തത്. ലക്ഷ്മി വേഗം അങ്ങോട്ടേക്ക് പോവുകയാണ്, വാസുവും മേഘയോട് സംസാരിക്കുന്ന ഭാഗത്തേക്ക്. ആ സമയത്താണെങ്കിൽ സിദ്ധാർത്ഥ് മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, പെടഞ്ഞു പോവുകയാണ് ശ്വാസം കിട്ടാതെ. അപ്പോൾ അത് ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് ഒരുത്തൻ പറയുകയാണ് മറ്റവനോട്, ഡാ ഇത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാതെ വേഗം വീഡിയോ എടുത്തിട്ട് മഹേഷിന് അയച്ചു കൊടുക്ക്, അവനിത് കാണാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ മറ്റവൻ വന്നിട്ട് സിദ്ധാർത്ഥ് ജീവൻ കിട്ടാതെ പെടയുന്നതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാനാവാതെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ സിദ്ധാർത്ഥ് പെടഞ്ഞുകൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ പകർത്തുന്നുണ്ട്. ഒരുപാട് നേരം ശ്രമിച്ച് സിദ്ധാർത്ഥിൻ്റെ ബോധം നഷ്ടപ്പെടുകയാണ്. അത് കണ്ട് അവർ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.